ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലെ കൂട്ടുകാരെ നമ്മുടെ സിദ്ധുവിനെ ഒന്ന് പിടിക്കുന്ന, അതായത് ഒന്ന് കൺട്രോൾ ആക്കുന്ന ലച്ചുവിനെയാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സിദ്ധു വെറുതെ കൂട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ ആ പൈസക്ക് ഇങ്ങനെ അയച്ചയച്ചു കൊടുക്കുവാട്ടോ. എത്രയാണെന്നൊന്നും നോക്കുന്നതേ ഇല്ല. നിനക്ക് എത്ര വേണം? ഞാനിപ്പോ തന്നെ അയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് അയക്കുവാണ്. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവിന്റെ പെങ്ങള് വിളിക്കുന്നുണ്ട്. എന്നിട്ട് 1,00,000 രൂപ കടമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിദ്ധു ആണെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞ് എല്ലാം ഏക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു ഇത് വന്നിട്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മയോട് പറയുന്നുണ്ട്. കുറച്ചു മുമ്പ് സിദ്ധുവിന്റെ പെങ്ങള് വിളിച്ചിരുന്നു 1,00,000 രൂപ കടം ചോദിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ മോളെ, അവർക്ക് വല്ല കാര്യം നടത്താനാണെങ്കിൽ അത് നടക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഇങ്ങനെ നടത്തി നടത്തി എല്ലാവരും നടത്തി നടത്തി നമുക്കൊരാവശ്യം വരുമ്പോഴത്തേക്കും ലാസ്റ്റ് പൈസ ഒന്നും കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സിദ്ധു കേൾക്കുന്നുണ്ട്. അപ്പൊ സിദ്ധു നമ്മുടെ ലച്ചുവിന്റെ അടുത്ത് പറയുന്നുണ്ടേ, ഇനി ലച്ചു അറിയാതെ ഞാൻ ഒരു പൈസയും ചെലവാക്കില്ല, ഇനി നീ നോക്കിക്കോ, ഇനി ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഗൗരിയമ്മായി വന്ന് പറയുന്നൊക്കെ ഉണ്ട്, നീ എന്തിനാടാ എനിക്ക് 5,000 രൂപ അയച്ചേ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധു നമ്മുടെ ലച്ചുവിന് മുമ്പിൽ വെച്ച് നമ്മുടെ ഗൗരിയമ്മയെ കണ്ണടച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ, ഒന്നും മിണ്ടാതിരി നാറ്റിക്കല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അവിടെ എന്തോ ഒരു പണി നമ്മുടെ സിദ്ധു മനഃപൂർവ്വം നമ്മുടെ ലച്ചുവിനെ അറിയിക്കാൻ വേണ്ടി ഒപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അവസാനം ഉണ്ടല്ലോ, നമ്മുടെ സിദ്ധു ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ലച്ചു ഈ പൈസ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സിദ്ധു ഒരു പുതിയ വഴി എടുത്തിരിക്കുകയാണ്. സിദ്ധു ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നുണ്ട്, ആ ട്രിപ്പിന് ഞാൻ വരുന്നില്ല, പക്ഷെ എന്റെ ഷെയർ ഞാൻ 5,000 രൂപ അയച്ചേക്കാം, നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നേ എന്നും പറഞ്ഞ് നമ്മുടെ സിദ്ധു പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പോകുന്നില്ല താനും. പൈസയുടെ കാര്യത്തിനാണ് നമ്മുടെ സിദ്ധുവിനോട് പോകണ്ടെന്ന് നമ്മുടെ ലച്ചു പറഞ്ഞത്. പക്ഷെ സിദ്ധു എന്ത് ചെയ്തു? പൈസയൊക്കെ അയച്ചു കൊടുത്തു. സിദ്ധുവിന്റെ ഷെയർ ഒന്നും മുടക്കിയില്ല, എന്നാ ടൂറ് പോകുന്നില്ല താനും. അപ്പൊ നമ്മുടെ ലച്ചു സിദ്ധുവിന്റെ ഈ ഒരു മണ്ടത്തരം കണ്ടിട്ട് ഇങ്ങനെ തലയിൽ കൈവച്ച്, എന്റെ പൊന്നോ, ഈ മണ്ടൻ ഒരിക്കലും നന്നാവില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരുന്നേനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.